തമ്പുരാട്ടി അങ്ങനെ ശരിക്കും പറഞ്ഞ വല്യമ്മേ? നിന്റെ വല്യമ്മ ആവാനുള്ള പ്രായമൊന്നും എനിക്കില്ല. വല്യമ്മല്ല, അമ്മ അമ്മ. സാധാരണ സുതാരം വന്നാ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ടേ പോവാറുള്ളൂ. ഇത്തവണ അത് ഉണ്ടായില്ല. അതെ, നിന്റെ സാമർത്ഥ്യം എന്നാ തമ്പുരാട്ടി പറയുന്നത്. അയ്യോ, ഇനി ഇതേപോലെ എത്രയോ സാമർത്ഥ്യങ്ങൾ കാണാൻ കിടക്കുന്നു. ആ, നീ വലിയ സാമർത്ഥ്യം ഒന്നും കാണിക്കണ്ട. മര്യാദയ്ക്ക് സംഗീതം കൊണ്ട് പഠിപ്പിച്ചാ മതി. അത് പിന്നെ അത്രയല്ലേ ഉള്ളൂ. ഇത്തിരി നൃത്തം, ഇത്തിരി സംഗീതം. കല്യാണത്തിന് മുമ്പ് അരങ്ങേറ്റം കൂടി നടത്തി കാണുന്ന എന്റെ ആഗ്രഹം. അതിന് നീ ഉത്സാഹിച്ച് പിടിക്കണം. ഉത്സാഹിക്കാം. അപ്പോ 2-3 മാസം കഴിഞ്ഞ റിസീവർ ഒക്കെ പോയിക്കോളൂന്നല്ലേ? പിന്നെ പോകാണ്ട് അയാളെന്താ കല്യാണം കഴിച്ചിവിടെ കുടിപാർക്കാനാ? അല്ല, കല്യാണം കഴിച്ച് ലക്ഷ്മി തമ്പുരാട്ടി വേറൊരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് അല്ല, വേറൊരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് വേറെ ഒരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് നിനക്ക് എന്താണ് വേണ്ടത്? കുരുത്തം കെട്ടവനെ, അനാവശ്യം പറയുന്നു. അയ്യോ അമ്മ, എന്നെ തെറ്റിദ്ധരിക്കരുത്. തമ്പുരാട്ടിക്ക് മനസ്സിൽ പിടിച്ചു പോയ കരുവഴുവായിട്ട് എനിക്ക് കുറച്ച് ഭൂമി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പറഞ്ഞു പോയതാ. ഇത്രേ ഉള്ളോ? ആഹാ, ഇവിടെ കരം കൊടുത്ത് മുടിഞ്ഞിരിക്കുക. പിന്നെയാണ് നിനക്ക് കരമൊഴിവായിട്ട് ഭൂമി. അമ്മ, ഞാൻ ഒന്ന് പറയുന്നു, ഒന്ന് കേൾക്കണേ. അല്ല, കുറെ നേരമായല്ലോ എന്റെ പുറകെ നടന്ന് ചിണുങ്ങുന്നു. എന്താ കാര്യം? അല്ല, നമുക്ക് അരങ്ങേറ്റം നടത്തണ്ടേ? നടത്തണം. അതിനൊരു ദൈവാനുഗ്രഹം ഒക്കെ വേണ്ടേ? വേണം. നിനക്ക് എന്ത് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാ തെണ്ടി നീ ഇവിടെ വന്നത്? ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാ ആ കുഞ്ഞി വലിയ കുടുംബത്തിൽ ഒന്ന് പറഞ്ഞത്. മാറാങ്ങോട്ട്. അതല്ലമ്മേ, എന്നാലും ഒരു ദേവീ സന്നിധി പോയി എനിക്കൊരു ദക്ഷിണ, അത് ഒരൊറ്റ രൂപ മതി. പുറത്തോ? അത് നടക്കത്തില്ല. കൊച്ചിനെ പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ അതല്ല, അതിവിടുത്തെ റൂളാ. ഞാൻ പറയുന്നു. തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിനക്കിപ്പോ എന്താ വേണ്ടത്? 1 വെള്ളി രൂപ. അത് ഞാൻ തരാം. പിന്നെ ദേവി, അതിവിടെ പരദേവതയുണ്ട്, പോയി തൊഴുതോ. മാറങ്ങോട്ട്. അമ്മ, ഈ പരദേവത എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ലൊക്കാലിറ്റി മാത്രം ഒതുങ്ങിക്കുന്നല്ലേ? സംഗീതം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പരന്ന് അതിനൊരു ലോക്കൽ ദേവി എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ജാനുമ്മേ, അരങ്ങേറ്റം നടത്തണമെങ്കിലേ എല്ലാം ഭംഗിയായിട്ട് പഠിക്കണ്ടേ? പഠിക്കണം. പഠിച്ചോ. അതിനല്ലേ ചെല്ലും ചെലവും കൊടുത്ത് അവനോട് താമസിപ്പിച്ചിരിക്കുന്ന. അതല്ല, അതിനൊക്കെ ഒരു ഗുരുത്വവും ദൈവാനുഗ്രഹം ഒക്കെ വേണ്ടേ? വേണമല്ലോ. അത് കുഞ്ഞിന് ധാരാളം ഉണ്ടല്ലോ. ഉണ്ട്, എന്നാലും ആ വിഷ്ണുവിനൊരു ഗുരുദക്ഷിണ കൊടുക്കണ്ടേ? എട കള്ള തിരുമാലി, അവൻ എന്നോട് പറയുന്നതിന് മുമ്പേ അതിവിടെ പറഞ്ഞോ? അവനെ ഞാനിന്ന് കൊല്ലും. വേണ്ട ജാനുമ്മേ, എന്റെ ഒരു ആശയാ. എത്ര കാലം എന്നെ ഇങ്ങനെ പൂട്ടിയിട്ട് വളർത്തുക? എന്റെ പൊന്നു മോളെ, വേണ്ട. ആ റിസീവർ അറിഞ്ഞാ കൊല്ലും. മോളെയല്ല, എന്നെ. അങ്കിൾ അറിയില്ലെന്നേ. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? നല്ല ദിവസാന്നാ വിഷ്ണു പറഞ്ഞേ. തന്നെയുമല്ല, വൈകുന്നേരമായ റിസീവർ സാർ അക്കൗണ്ടന്റ് എടുത്ത് പോവല്ലോ. എടാ, വിഷ്ണുവിനെ ഒന്നും പറയല്ലേ ജാനുമ്മേ, നമുക്ക് പുറത്തു പോവാം. കുഞ്ഞേ പ്ലീസ്. ആ മറ്റു 2 കുരങ്ങന്മാരില്ലേ ഇവിടെ? നടനും ശേഷപ്പനും. അവന്മാരെ എങ്ങനെ ഒതുക്കും? എങ്ങനെ ഒതുക്കൂടെ കുരങ്ങ? അതൊക്കെ ഞാൻ ഒതുക്കിക്കൊള്ളാമേ. ശ്രുതിലയമേ നീ ജനകുലുക്കാത ശങ്കര ഭരണമു ശങ്കര. ശങ്കര എന്ന് വിളിക്കുമ്പോഴാണോ വിഷ്ണു വരുന്നത്? അല്ല സാർ, എനിക്കൊരു ഡൗട്ട്. എനിക്കും ആ ഡൗട്ടുണ്ട്. പക്ഷെ നിന്നെ കുറിച്ചാണ്. കുറെ കാലമായി എനിക്കത് തുടങ്ങിയിട്ട്. അയ്യോ അതല്ല സാർ, ഈ ശിവ ശ്രീകൾ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥമായി ഇംഗ്ലീഷ് മാക്രോട് പോയി ചോദിക്കേ. അയ്യോ അർത്ഥമല്ല, വിസ്കി. നല്ല വിസ്കിയാണ് സാർ. അത് ഉഗ്രനല്ലയോ? പട്ടച്ചാരായം പോലും മോന്താൻ വകയില്ലാത്ത നീ എന്തിനാടാ വിസ്കിയുടെ കാര്യം അന്വേഷിക്കുന്നത്? തളാങ്കുതരികട തോമേ. അതല്ല സാർ, ഒരെണ്ണ എന്റെ കൈ തടഞ്ഞിട്ടുണ്ട്. സത്യം തന്നെയുടെ. എങ്ങനെ തടഞ്ഞു? ആ റിസീവർ സാറിന്റെ മോനെ എനിക്ക് തന്നതാ. കഴിക്കാം. ആഹാ, നേരത്തെ ഞണ്ണി തുടങ്ങിയോ? ഞണ്ണ് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വകയിലായിരുന്നു ഞണ്ണുന്നത്. നിന്റെ തന്റെ വകയിലടാ. തന്തയ്ക്ക് പറയുന്നോടാ പുല്ലേ. പറഞ്ഞാൽ എന്ത് ചെയ്യൂടാ? നീ അങ്ങനെ ആരെയും വിളിക്കരുത്. നിന്റെ നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. കള്ളു കയറ്റുന്നത് എന്റെ പടിയാ പോകുന്നത്. എനിക്ക് പ്രശ്നമല്ല. നിന്നെ ഓർത്ത് ഞാൻ ക്ഷമിക്കുന്നു. താങ്ക് യു ഏട്ടാ. നിന്നെയല്ല, ഇവനെ. നീ ഒരെണ്ണം അടിച്ചോടാ വിഷ്ണു. ഞാനിരിക്കുന്നു വിചാരിച്ച് നീ പേടിക്കണ്ട. ഇദ്ദേഹം ഇരിക്കുന്നോണ്ട് നീ പേടിക്കണ്ട. എവൻ ആര്? പക്ഷേ എന്റെ മുമ്പിൽ ആരും കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അയ്യോ, ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ ആലോചിക്കായിരുന്നേ, ഈ വലിയ ആൾക്കാരുടെ ഓരോ കൊച്ചു പൂതികളെ. അയ്യോ, സാറിന്റെ കാര്യമല്ല. ആ ലക്ഷ്മി തമ്പുരാട്ടി ഇന്നോട് പറയുകയാണേ, കുറച്ച് ബലൂണും ബിപിയും വേണോന്ന്. ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല. വെറുതെ ചുമ്മാ കഞ്ഞി പാട്ടിയിടാൻ. ചേട്ടൻ കഴിക്കേ. വേണ്ട, എനിക്ക് യോഗാസനത്തിന് സമയമായി.
ഞാനൊരു കലാകാരനാണ്, ഇത് അധികം കഴിക്കാൻ പാടില്ല. യവൻ പിന്നെ അതൊന്നും അല്ലല്ലോ, ഇഷ്ടം പോലെ ഞണ്ണാവല്ലോ. ഞണ്ണടാ ഞണ്ണ്, ഞണ്ണിക്കൊണ്ടേ ഇരി. എന്താ തലവേദന, തലവേദന, സിവിയർ തലവേദന. ഓ ഗോഡ്, ഐ എം വിന്നിംഗ്, വിന്നിംഗ്. എന്റെ മോനെ, ഇതാണ് നിന്റെ തലവേദന അല്ലേ? എന്തിനാടാ ഈ ബലൂണും ബി പിയും ഒക്കെ? നിന്റെ അപ്പന്റെ 16 അടിയന്തരത്തിനോ? നോ, നിന്റെ മമ്മിയുടെ സെക്കൻഡ് മാരേജിന് പന്തലി തൂക്കാൻ. ഇംഗ്ലീഷ് മാക്രി, യു ഡേർട്ടി ബഗർ, വൃത്തികെട്ട പരമ തെണ്ടി. യു അയ്യോ, എടാ എടാ ഡേർട്ടി ഡാൻസർ. എന്നെ തോപ്പിക്കാനോ? നിന്നെ ഞാനിന്ന് കൊല്ലും. ഞാൻ ജനിക്കണോ എന്നെ കൊല്ല? ഇങ്ങനെ തോപ്പിക്കാതെ തോപ്പിക്കാതെ. നിക്കണവിടെ. ഓ മൈ ഗോഡ്, എന്റെ അമ്മച്ചി. എടാ നാണു, ഇംഗ്ലീഷ് തണ്ടി. ഐ കനോട്ട് ബിലീവ് മൈ ഐസ്. മലയാളത്തിൽ പറയടാ ഇംഗ്ലീഷ് കുഞ്ഞെ, തണ്ടി. ദേ ഇപ്പുറത്ത്. അവിടെ ഇട്ടോ മതി. അതെ അത് തന്നെ. അതെ അതെ അതെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് കേട്ടിട്ടുണ്ടോ? നോ. എന്നാ കണ്ടോ? അതെ അതെ അവിടെ തന്നെ, അവിടെ തന്നെ. അതെ അതെ. കാണ്ട് തുറന്നു. അയ്യോ, ഇതാരൊക്കെ? ജാനമ്മ കണ്ടില്ലേ? പിന്നെ ഞാൻ കണ്ടില്ലേ? സാറുമാര് ഇരിക്കിരിക്കി. പിന്നെ ഞങ്ങൾ ഇരുത്താവടാ. എട്ടും പൊട്ടും തിരിയാത്ത തമ്പുരാട്ടിയെ, അതും പുറത്തു പോകരുത് റിട്ടേൺ ഓർഡറുള്ള തമ്പുരാട്ടിയെ. കൊതിയും നുണയും പറഞ്ഞ് തട്ടിക്കൊണ്ടു നോക്കണല്ലേ? That's a very good bad nightly Mr. Vishnu. അയ്യോ, തമ്പുരാട്ടി. അയ്യോ സാർ, വിഷ്ണു ഒന്നും ചെയ്തതല്ല, എന്റെ ഇഷ്ടത്തിനാ. അതെ അതെ സാറന്മാരെ. 10-17 വയസ്സായിട്ട് തോന്നാത്തൊരു ഇഷ്ടം ഇപ്പൊ എങ്ങനെ തോന്നി? ആഭിചാരം, കൈവിഷം. That is black magic, witchcraft. റിസീവറുടെ ഫോണല്ലേ ഇത്? Same horn. നീ സൂക്ഷിച്ചോ. അയ്യോ അയ്യോ സാർ, തമ്പുരാട്ടി ഒന്നും മിണ്ടണ്ട, അയ്യോ സാറന്മാരെ. ഒന്നും മിണ്ടണ്ട. അയ്യോ സാറുമാരെ, ഞാനൊന്ന് ഓടാ, നമുക്ക് സൈക്കിൾ എടുക്കാം. Too late. വിഷ്ണു. Stop the car. നിർത്തൂ, Stop the car. നിർത്തൂ. ബ്രേക്ക് ഔട്ടു സാർ. Stop. സാർ, നമ്മുടെ വേലയും പണിയും ഒക്കെ പോയി. Gone with the wind. Everything is gone. എന്താടോ? സാർ അവിടെ എവിടെ? ലോൺ അവിടെ. There. Run, Madam. Run. അയ്യോ, What's happened? Something wrong. Where is the lovebird? അയ്യോ, Where is the വെള്ളത്തിൽ bloody പോയോ? singer, man? Something wrong, I say. He's in the water. Where is the lovebird? എവിടെടോ അവര്? സാർ, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. തമ്പുരാട്ടി ഇവിടെ, അവൻ അവിടെ, എർത്ത് അവിടെ. Same spot. വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ അടിച്ചിട്ടില്ല സാർ, എവൻ അടിച്ചിട്ടുണ്ട്. No, ഞാൻ ആ ടൈപ്പ് അല്ല. നിങ്ങൾ എന്തിനാണോ വന്നേ? മോർണിംഗ് വാക്കിന്. ഈവനിങ് വാക്ക്. സൈക്കിളിലോ? ഈവനിംഗ് റൈഡില്. പോണോ? സാർ സാർ സാർ, അവരെങ്ങനെ ഓടിയാലും നടന്നാലും ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ ഈ കാറിൽ അടിച്ചു വിട്ട് പോയാൽ അവരെ തൊണ്ടിയോടെ പിടിക്കാം. കേറാൻ.
സാർ സാർ ഞങ്ങളെ വിശ്വസിക്കണം സാർ. Believe us. മേലെ വെള്ളം ഒഴിച്ചു ആളെ മെനക്കെടുത്തരുത്. സാർ അവൻ ഞങ്ങളെ നിർത്തോ. എന്താ നിർത്തിയോ? ത്രിസന്ധി കഴിഞ്ഞാ പിന്നെ ചൊല്ലി കൊടുത്തുകൂടാന്നാ. സാർ അയ്യേ, ഇവിടെ എന്തൊരു നാറ്റം. ചാരായത്തിന്റെയോ സ്പിരിറ്റിന്റെ കണ്ട്. ശിവാശ്രീകൾ. ശിവശ്രീകളുടെ സ്മെൽ ഇതൊന്നും അല്ല. ഇതേതാണ്ട് കളർ ഏറ്റിയ പട്ടച്ചാരായം. ഇയാള് പൊക്കോളൂ. സാർ അവൻ മിണ്ടി പോരുത്. അവനൊന്നും അറിയാൻ മേലാത്തവൻ അവനെ കൂടെ ചീത്തയാക്കരുത്. Get out. പോടാ സാർ. ഛെ, എന്തൊരു നാട്ടം. കടന്നു പോണോ വൃത്തികേടെ. ഓ അയ്യേ, അസൽ പട്ടച്ചാരായത്തിന്റെ നാറ്റം. ഛെ. ചിരിച്ചോ ചിരിച്ചോ. ബാക്കിയുള്ളവരുടെ നെഞ്ചിലെ തീ ഇനിയും പോയിട്ടില്ല. ഇനി അങ്ങനെ പുറത്തു പോണമെങ്കിലേ ഒരു 2-3 മാസം കൂടി കഴിയട്ടെ. ഒരു നല്ല തമ്പുരാൻകുട്ടി വന്ന് കല്യാണം കഴിച്ചാ എവിടെയൊക്കെ പോവാം. കല്യാണം കഴിക്കാൻ ഇപ്പോ ഒരു തമ്പുരാൻകുട്ടി വന്നില്ലെങ്കിലോ? വരാണ്ടിരിക്കാനോ? ഹാ, ഒന്ന് വിരൽ ഞൊടിച്ചാ മതി, ക്യൂ നിൽക്കും. ഇവിടെ വിരൽ ഞൊടിക്കാതെ തന്നെ ഓരോരുത്തന്മാരെ ക്യൂ ഉണ്ടല്ലോ. ജാനുമ്മേ, കല്യാണം കഴിക്കാനേ തമ്പുരാക്കന്മാര് തന്നെ വേണോന്ന് എന്താ ഇപ്പൊ നിർബന്ധം? അതല്ലാതെ ആരെങ്കിലും ആണെങ്കിലോ? വല്ല കുരുത്തം കെട്ടവന്മാരെയും മനസ്സിൽ വെച്ചിട്ടുണ്ടോ മോളെ? അയ്യോ, അങ്ങനെയൊന്നുമില്ല ജാനുമ്മേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. മോളെ, ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്നേ. അളകാപുരിയിൽ അഴകിൻ വനിയിൽ ഒരു നാൾ ഞാൻ വരും. കുളിർനിഴലെഴും വഴികളിൽ വരവേൽക്കുവാൻ കിളിമൊഴികളാൽ അരുമയാം സ്വരവന്ദനം മതിമുഖി നിൻ പ്രമദവനികയിൽ. അളകാപുരിയിൽ അഴകിൻ വനിയിൽ ഒരു നാൾ ഞാൻ വരും. കുളിർനിഴലെഴും വഴികളിൽ വരവേൽക്കുവാൻ കിളിമൊഴികളാൽ അരുമയാം സ്വരവന്ദനം മതിമുഖി നിൻ പ്രമദവനികയിൽ. രാജസദസ്സിൽ ഞാനണയുമ്പോൾ ഗാനവിരുന്നിൻ ലഹരികളിൽ ഞാനറിയാതെ പാടുവതുണ്ട രാജകുമാരി ഉണരുണരു. സുരതരു പുഷ്പശോഭമാം മിഴികൾ തെരുതെര എന്നെ യാത്രമായി തഴുകും വരികയായി ഹൃദയവനികയിൽ. അളകാപുരിയിൽ അഴകിൻ വനിയിൽ ഒരു നാൾ ഞാൻ വരും.
അളകാപുരിയിൽ അഴകിൻ പനിയിൽ ഒരു നാൾ ഞാൻ വരും. കുളിർനിഴലിടും വഴികളിൽ വരവേൽക്കുവാൻ കിളിമൊഴികളാൽ അരുമയാം സ്വരവന്ദനം മതിമുഖീനിൻ പ്രമദവനികയിൽ. അളകാപുരിയിൽ അഴകിൻ വനിയിൽ ഒരു നാൾ ഞാൻ വരും. മിസ്റ്റർ ശിവൻകുട്ടി സെൻട്രൽ. ആരായി ശിവൻകുട്ടി? ചേട്ടൻ നമ്പുരാട്ടി. ഏതായി സെൻട്രൽ? ഈ സെൻട്രൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എഞ്ചിനീയറിംഗ് പഠിക്കുക. വിഷ്ണു പിന്നെ എന്താ എഞ്ചിനീയറിംഗ് പഠിക്കാഞ്ഞത്? അത് പിന്നെ കലയെ ഉദ്ധരിക്കാൻ ആരെങ്കിലും വേണ്ട കുടുംബത്തിൽ. അച്ഛന്റെ പാരമ്പര്യം. ഓ, അച്ഛനും പാടുമായിരുന്നു. അയ്യോ, കേട്ടിട്ടില്ലേ? ചെമ്പുംകുളം നാരായണ ഭാഗവതര്. അല്ല, തമ്പുരാട്ടി കേട്ടിരിക്കാൻ വഴിയില്ല. അച്ഛൻ ആ ലോക്കലിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, മരിച്ചുപോയി. ചേട്ടൻ പാടുവോ? പിന്നെ പാടാതെ എന്ത് വഴി? സന്ധ്യ കഴിഞ്ഞാ പിന്നെ മുറി വന്നിരുന്ന് പാട്ടല്ലേ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പിന്നെ പാട്ടോടെ പാട്ടല്ലേ. മുറിയിൽ ഒറ്റയ്ക്കോ? ആ, ഹോസ്റ്റലിലെ. അപ്പൊ പിന്നെ പകല് പാടൂലേ? ക്ലാസ്സിലൊക്കെ? പകല് പാറയിടയ്ക്ക് ഇടയ്ക്ക് എന്നിട്ട്. പാറയോ? പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ, ഈ പാറയും കല്ലും മരവും തടിയും അതിന്റെ ഇടയ്ക്ക് എന്നിട്ട് പാടാൻ പറ്റുമോ? വേറെ ആരൊക്കെയുണ്ട് വിഷ്ണുവിന്? അമ്മ, അനിയത്തി ഉമ. ഉമയുടെ കല്യാണോ? തീയതിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഇത്തിരി പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടോ. പോരാഞ്ഞ് ചേട്ടൻ അങ്ങോട്ട് ചെലവാക്കി പഠിക്കല്ലേ. ചേട്ടനെ കൊണ്ടൊന്നും ആവൂലല്ലോ. അയ്യോ, ആരെങ്കിലും കണ്ടാൽ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ നടക്കാൻ വന്നതാ. എനിക്കൊരിക്കൽ വിഷ്ണുവിന്റെ വീട്ടിൽ വരണം. അമ്മയും ഉമ്മയും ഒക്കെ ഒന്ന് കാണാലോ. രണ്ടാം റൗണ്ട് സക്സസ്. മിസ്റ്റർ ശിവൻകുട്ടി, സെൻട്രൽ ജയിൽ, പൂജപ്പുര, ട്രിവാൻഡ്രം. അയ്യോ അയ്യോ എന്റെ അമ്മ. അയ്യോ അയ്യോ അയ്യോ. എന്താണോ? എല്ലാം പോയി. എന്തു പോയി? പെട്ടിക്കകത്ത് വെച്ചിരുന്ന പട്ടുമുളയും കാണാനില്ല. എന്നും രാവിലെ കുളി കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ എടുക്കുന്നതാ. അങ്ങനെ ഒരു സാധനം ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? ഇത് കണ്ട അണ്ടനെ അടകോടനെ എടുത്ത് കാണിക്കാനുള്ളതല്ല. പൊന്നു തമ്പുരാൻ തൃക്കൈ കൊണ്ട് സമ്മാനിച്ചതാണ്. 3 പവന്റെ വളയും പളപളാ തിളങ്ങുന്ന വീരാളിപ്പട്ടു എല്ലാം പോയി. ഇളിക്കാനടാ ഇംഗ്ലീഷ് മാക്രി. Which king brought you? വടക്കുന്നൊരു രാജാവ്. വടക്കുന്ന രാജാവോ? രാജാവിന് പേരില്ലേ? സാമൂതിരിയാണോ? അല്ല. പിന്നെ നമ്പൂതിരിയാണോ? അല്ല. ഹിസ് ഹൈനസ് അബ്ദുള്ളയാണോ? ഛേ, വടക്ക് പിന്നെ ആരാടോ? BP സിംഗോ? അല്ല. ഏതോ ഉത്സവപ്പറമ്പിന്ന് വാങ്ങിയ വാദവളയും കതർവേഷിയുടെ അങ്ങ് പോട്ടടോ. അങ്ങ് പോട്ടടോന്ന്. സാർ, എനിക്ക് എവിടെയാണ് സാർ സംശയം? സാർ ഉടനെ ഒരു എൻക്വയറി നടത്തണം. എൻക്വയറി നടത്താൻ തൽക്കാലം സാധ്യമല്ല. ലോകത്താരും കാണാത്ത സാമാനത്തെ കുറിച്ച് താൻ മേലാ മിണ്ടി പോരുത്. അവരൊരു വട്ടും വളയും. പട്ടും വളയും. സോറി ഡാ. പോടാ പുല്ലേ. നാണോട്ടാ. പോടാ. അവന്റെ ഒരു പട്ടും വളയും അല്ലേ ഏട്ടാ? ആ, കയ്യട്. ആ എന്താ? നീയുമാണത്ര വെടിപ്പൊന്നുമല്ല. ആ എന്താ അങ്ങനെ പറഞ്ഞേ? അവനെ കൂടാതെ നമ്മളിവിടെ 2 കള്ളന്മാരല്ലേ ഉള്ളൂ. ഞാനെടുത്തിട്ടില്ല, നീയല്ലടാ മോട്ടിച്ചത്. രവിവർമ്മ ആളൊരു വല്ലാത്തവനാ. അവനുമായിട്ട് നേരിട്ടൊരു കളി അത് അപകടമാണ്. അയാളുടെ ഉദ്ദേശം സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ സഹകരണം കൂടിയേ തീരൂ. അതുപോലെ ഞാൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അയാളുടെ സഹകരണവും വേണം. ഈ പെങ്കൊച്ചുമായിട്ടൊരു വിവാഹം, അതാണ് അയാളുടെ സ്വപ്നം. ഒന്നുകിൽ ഒരു ബലപ്രയോഗത്തിൽ അവൾ മേജറാകുന്നതിന് മുമ്പ് രഹസ്യവുമായിട്ട് അത് സാധിക്കണം. അല്ലെങ്കിൽ അവളുമായിട്ടൊരു ലൈൻ. രണ്ടിനും മുന്നിലുള്ള സമയം 2.5 മാസമാണ്. ഈ 2.5 മാസം മുമ്പ് അത് സാധിച്ചില്ലെങ്കിൽ പെണ്ണ് മേജറാവും. പിന്നെ അവളുടെ വാക്കിനാ വില. അതേന്നേ. പിന്നെ എനിക്കും അവിടെ സ്ഥാനമില്ലല്ലോ. രവിവർമ്മ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉപദ്രവിക്കാം, അതെനിക്ക് ഈസിയാ. അച്ഛനെ കൊന്നവന്റെ മോൻ ഈ കാര്യം ഒന്നുകൂടി പെണ്ണിനെ ഓർമ്മിപ്പിക്കണം. അല്ലെങ്കിൽ തന്നെ അവള് വരണ്ടിരിക്കുക. നിയമപ്രകാരം അവനെ പടിക്ക് പുറത്ത് നിർത്താനുള്ള അവകാശം തനിക്കാണല്ലോ. താനത് ചെയ്യണ്ട. ആര് ചെയ്യുന്നു? ഞാൻ മാലയിട്ട് സ്വീകരിക്കുന്നു.
ഒരു ഗ്ലോറിഫൈഡ് ഫിലിമിന്റെ റോള് ഭംഗിയായി അഭിനയിക്കുന്നു, പലതും കണ്ടെന്നും കണ്ടില്ലെന്നും തടിക്കുന്നു. പകരം ഞാൻ 10 ചില്ലറ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അവൻ അങ്ങ് മറക്കണം. സ്വപ്നം കണ്ടോ? മോളെന്തിനാ കരഞ്ഞത്? രവിചേട്ടൻ കുഞ്ഞിങ്ങനെ പേടിച്ചാലോ? രവിചേട്ടൻ ഇവിടെ വരണ്ട, എനിക്ക് പേടിയാ. ജാനുമ്മ ഒന്ന് പറയോ റിസീവർ അങ്കിളിനോട്? ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നേരം വെളുക്കട്ടെ, ഞാൻ പറയാം. നേരം വെളുക്കുമ്പോഴേക്കും അയാള് വരും. വന്നോട്ടെ, വന്നാലെന്താ? പിടിച്ചു തിന്നാൻ പോകുന്നോ? കുഞ്ഞു പേടിക്കണ്ട, മോള് കിടന്നോ.